എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന 24ൻ്റെ മികച്ച പ്രതികരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളിൽ നിന്ന് വരുന്നത്. കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ജീവനക്കാർ, അതുപോലെ നമ്മുടെ അതിഥികൾ, നമ്മുടെ അവതാരകർ, നമ്മുടെ വാർത്താ വായനക്കാർ, നമ്മുടെ കലാകാരന്മാർ എല്ലാവരും ഈ കുടുംബത്തിൽ ഉൾപ്പെടും. അപ്പോൾ 24 കണക്റ്റിൻ്റെ കുടക്കീഴിൽ അണിചേരുന്ന എല്ലാവരും ഒരു കുടുംബം പോലെ വയനാടിനെ ചേർത്ത് പിടിക്കുന്നു. ഇപ്പോൾ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് വേണ്ടി മാത്രമാണ് 24 കണക്റ്റിൻ്റെ ആപ്പിൽ സംഭാവന ചെയ്യാൻ കഴിയുക. ആപ്പ് സ്റ്റോറിൽ 24 കണക്റ്റ് ഉടൻ എത്തിച്ചേരും. പ്ലേ സ്റ്റോറിലേക്ക് പോകാതെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യുമ്പോൾ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ല, ഈ QR കോഡ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്കാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വയനാട്, നിങ്ങൾ അയക്കുന്ന തുക എത്ര ചെറുതായാലും വലുതായാലും അത് വയനാടിന് ആവശ്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും കടന്നു ചെല്ലാത്ത മേഖലകളിലേക്കായിരിക്കും നമ്മൾ കൂടുതലും ശ്രദ്ധ വയ്ക്കുക എന്ന് കൂടി പറയട്ടെ. അത് മാത്രമല്ല, ഇതിൽ പ്രേക്ഷകരുടെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം നമ്മൾ തേടുക തന്നെ ചെയ്യും. ഈ ആപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കൃഷ്ണ ചെറിയാൻ അത്തരം ഒരു എക്സ്പ്ലെയിനറുമായി വരികയാണ്. ഓവർ ടു കൃഷ്ണ. ഹലോ, നമസ്കാരം. എങ്ങനെയാണ് ഈ 24 കണക്റ്റിന്റെ ആപ്പ് നമ്മുടെ ഫോണിൽ കിട്ടുക, അതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നൊക്കെ നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് അതിൽ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. ഈ സെർച്ചിൽ നമ്മൾ 24 കണക്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 24ൻ്റെ ലോഗോ ഉള്ള ഈ 24 കണക്റ്റ് ആപ്പ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റോൾ. ഇനി ഈ ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 24 കണക്റ്റിലേക്ക് ഒരു വെൽക്കം മെസ്സേജ് കിട്ടും. ഈ വെൽക്കം മെസ്സേജിൽ നിങ്ങളൊരു ഫോൺ നമ്പർ കൊടുക്കുന്നു. ആ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ആ ഫോണിലേക്ക് ഒരു OTP നിങ്ങൾക്ക് ലഭിക്കും, ഗെറ്റ് OTP. ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു OTP വന്നു കഴിഞ്ഞു. ആ OTP ഞാനിവിടെ ഫില്ല് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ ആപ്പിൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അവിടേക്ക് നമ്മുടെ പേര് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക. തിരിച്ചറിയൽ രേഖയായി ഒരു ഡോക്യുമെന്റ്, അതിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ID കാർഡ്, റേഷൻ കാർഡ്, ഇതിലേതെങ്കിലും ഒരു രേഖയുടെ കോപ്പി നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ പാൻ കാർഡ് കൊടുത്തത് കൊണ്ട് തന്നെ എന്നോട് പാൻ കാർഡിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാൻ കാർഡിന്റെ നമ്പർ ഫില്ല് ചെയ്യുന്നു. അടുത്തതായി രജിസ്റ്റർ. അപ്പോൾ നമ്മൾ ഈ ആപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഈ കരളുറച്ച് കൈകൾ കോർത്ത് എന്ന് പറയുന്ന ആ കാർഡിൽ നമ്മൾ തൊടുമ്പോൾ നമ്മൾ പോകുന്നത് പേയ്മെന്റ് ഓപ്ഷനിലേക്കാണ്. ചെറുതോ വലുതോ ആയ ഏത് തുക വേണമെങ്കിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് 500 കൊടുക്കാവുന്നവർ 500 എന്ന് സെലക്ട് ചെയ്യുക, 1000 കൊടുക്കാവുന്നവർ 1000 എന്ന് സെലക്ട് ചെയ്യുക, 2000 കൊടുക്കാവുന്നവർ 2000 എന്ന് സെലക്ട് ചെയ്യുക. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഇതിലും കുറവ് തുകയാണ് അല്ലെങ്കിൽ ഇതിലും വലിയ ഉയർന്ന ഒരു തുകയാണ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ആ തുക നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഞാൻ 500 സെലക്ട് ചെയ്യുകയാണ്. 500 ഇവിടെ എൻ്ററായി. കോൺട്രിബ്യൂട്ട് നൗ. അപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് 500. ഇനി നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ കൊടുക്കുക, നമ്പർ, പ്രൊസീഡ്. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും നിരവധി ഓപ്ഷൻസ് വരും. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ GPay ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ GPayയിലേക്ക് ഡയറക്റ്റായിട്ട് ഇത് പോകുന്നു. 500 രൂപ ഞാൻ ഇതിലേക്ക് സംഭാവന ചെയ്യുന്നു. പേയ്മെന്റ് സക്സസ്ഫുൾ. നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിലിൽ കിട്ടും. എങ്ങനെ പണം അയക്കണമെന്ന് ഇനിയും നിങ്ങൾക്ക് സംശയം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8111991453 എന്ന നമ്പറിലോ 24connect@24news.com എന്ന ഇമെയിൽ വിലാസത്തിലോ നിങ്ങളുടെ സംശയങ്ങൾ അയക്കാം. ഈ നമ്പറിൽ വാട്സപ്പും ലഭ്യമാണ്. ഇപ്പോൾ 24 കണക്റ്റിലേക്ക് എങ്ങനെ സംഭാവനകൾ അയക്കണമെന്ന് വ്യക്തമായില്ലേ? ഈ സംഭാവനകൾക്ക് ആദായ നികുതി നിയമത്തിലെ 80G വകുപ്പ് പ്രകാരം ഇളവിനുള്ള അർഹതയുമുണ്ട്. അപ്പോൾ കൈകോർക്കുകയല്ലേ എൻ്റെ കുടുംബം വയനാടിനൊപ്പം. താങ്ക് യു കൃഷ്ണ ചെറിയാൻ. എല്ലാ കാര്യവും വ്യക്തമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കുക. സഹായ പ്രവാഹം തുടരുകയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഏറ്റവും വലിയ നിധി ശേഖരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്ന വയനാട്ടിൽ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കും. പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി പരിഗണിക്കും. 100% സുതാര്യത, 100% ട്രാൻസ്പെറൻസി ഇക്കാര്യത്തിൽ ഉണ്ടാകും.